ബുധനാഴ്ച നടന്ന LDFിൻ്റെ ഏകോപന സമിതി യോഗം RSS നേതാക്കളുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയ ADGP MR അജിത് കുമാറിനെ മൂക്കിൽ വലിച്ചു കയറ്റും എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നവർ ഇളിഭ്യരായി പോയെന്നേ പറയാൻ പറ്റൂ. ഈ തീരുമാനത്തെപ്പറ്റി പല പല വ്യാഖ്യാനങ്ങൾ വരുന്നുണ്ട്. മുഖ്യമന്ത്രി മുഖ്യ കവചം തീർത്തു ഏത് ADGP അജിത് കുമാറിന്, അതുപോലെ തന്നെ ഘടകകക്ഷികളെ അടിച്ചമർത്തി എന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ ഞാൻ പിണറായി വിജയനെ കുറ്റം പറയാനില്ല. കാരണം നമ്മളൊക്കെ ഓരോ സാഹചര്യത്തിൽ കുടുങ്ങിപ്പോകുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളുമൊക്കെ മനസ്സിലാവുക. പുറത്ത് ഗാലറിയിലിരുന്ന് വെറുതെ കളി കാണുന്നവർക്ക് എന്തും പറയാം, എന്തും ചെയ്യാം. അതുപോലെ പ്രത്യേകിച്ച് ജോലിയില്ലാത്തവർക്കും എന്തൊക്കെ അഭിപ്രായങ്ങൾ വേണമെങ്കിലും പറയാവുന്നതേ ഉള്ളൂ. നമ്മുടെ CPIയുടെ കാര്യം നോക്ക്. അവർക്കിപ്പോൾ MN സ്മാരകത്തിൻ്റെ പണി, കെട്ടിടം പണി, അതല്ലാതെ അവരുടെ മുമ്പിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതിന് ബന്ധപ്പെട്ട ആളുകളെയൊക്കെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ സെക്രട്ടറി ബിനോയ് വിശ്വം അതൊന്നും അന്വേഷിച്ച് തലപുണ്ണാക്കേണ്ട യാതൊരു കാര്യവുമില്ല. അതുപോലെ നമ്മുടെ വർഗീസ് ജോർജിൻ്റെ RJD, ആ പാർട്ടി ഇപ്പം RJDയിലാണെന്ന് ആളുകളെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട ഒരു അവസ്ഥയാണുള്ളത്. NCP പിന്നെ ഒരു മന്ത്രിസ്ഥാനവുമായി കുഴ പറഞ്ഞ് കിടക്കുക. അവർക്ക് ഇപ്പോഴത്തെ മന്ത്രിയെ നിലനിർത്തണോ അതോ അദ്ദേഹത്തെ തട്ടിയിട്ട് വേറൊരു അംഗത്തെ കൊണ്ടുവരണോ, ഇതൊക്കെയാണ് അവരുടെ വിഷയം. അതിനപ്പുറത്ത് വേറെ ജോലി തിരക്കുകളൊന്നും അവർക്കില്ല. അതുകൊണ്ട് ADGP അജിത് കുമാറിനെ മാറ്റണം, നടപടിയെടുക്കണം, ഇത് വലിയ രാഷ്ട്രീയ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞു നടക്കാം എന്നേ ഉള്ളൂ. സത്യത്തിൽ ഇക്കാര്യത്തിൽ നമ്മുടെ പിണറായി വിജയൻ വളരെ നിസ്സഹായനാണ്. സാങ്കേതികമെന്നോ സബ് ജുഡീസെന്നോ എന്നൊക്കെ പറഞ്ഞ് അജിത് കുമാറിൻ്റെ പേരിലുള്ള നടപടി അല്ലെങ്കിൽ നടപടി വേണമെന്ന ആവശ്യം തൽക്കാലം മാറ്റിവെക്കുകയല്ലാതെ അദ്ദേഹത്തിന് മുമ്പിൽ വേറെ വഴികളൊന്നുമില്ല. കാരണം ഇപ്പോൾ പിണറായി വിജയനും RSSും തമ്മിലുള്ള ബന്ധം അത്രയ്ക്ക് സുദൃഢമാണ്. അതിൻ്റെ ഇടനിലക്കാരൻ എന്ന് പറയുന്നത് നമ്മുടെ ADGPയാണ്, അജിത് കുമാറാണ്. അപ്പോൾ ഈ ഡീല് ഇപ്പോഴും നിലനിൽക്കുക, അന്തർധാര അല്ലെങ്കിൽ ഒരു കച്ചവടം. ഈ ഏർപ്പാട്, ഈ കരാർ നിലനിൽക്കുന്നിടത്തോളം കാലം അതിൻ്റെ ഇടനിലക്കാരനായ ADGPയെ എങ്ങനെയാണ് സ്ഥാനത്ത് നിന്ന് മാറ്റാൻ പറ്റുക? അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ എന്ത് ശിക്ഷാ നടപടികളാണ് സ്വീകരിക്കാൻ സാധിക്കുക? അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ മുഖ്യമന്ത്രി വളരെ നിസ്സഹായനാണ് എന്ന്. നമ്മളീ പറഞ്ഞത് വളരെ സുശക്തമായ അല്ലെങ്കിൽ സുദൃഢമായ ഒരു അച്ചുതണ്ടായി കേരള രാഷ്ട്രീയത്തിൽ മാറിയിരിക്കുകയാണ്. പിണറായിയും RSSും തമ്മിലുള്ള ഈ ആത്മബന്ധം, അല്ലെങ്കിൽ CPMലെ പിണറായി വിഭാഗം, RSS, BJP, അതുപോലെ തന്നെ ADGP അജിത് കുമാർ, ഇവരൊക്കെ ചേർന്ന ഒരു അച്ചുതണ്ട്. ഇതിനെ നമ്മൾ ഒരു വാചകത്തിലേക്കൊന്ന് ചുരുക്കി പറഞ്ഞാൽ അല്ലെങ്കിൽ ഒന്ന് നിർവചിച്ചാൽ നമുക്കിങ്ങനെ പറയാൻ പറ്റും. അതായത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കഴുത്ത് ഇപ്പോൾ RSSൻ്റെ കക്ഷത്തിലാണ്. അതാണ് ശരിയായ വസ്തുത. അതുകൊണ്ടാണ് മുന്നണിയിലെ ഘടകകക്ഷികൾ ആവശ്യപ്പെട്ടിട്ടും ആഗ്രഹിച്ചിട്ടും അജിത് കുമാറിനെതിരായിട്ടുള്ള നടപടികളൊന്നും നടക്കാതെ പോകുന്നത്. അല്ലെങ്കിൽ ഈ വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വിഷയത്തെ വെറും സാങ്കേതികമെന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ അത് കോടതിയിലിരിക്കുന്ന വിഷയമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ അല്ലെങ്കിൽ പരിഗണിക്കാതിരിക്കാൻ മുഖ്യമന്ത്രിക്ക് സാധിക്കുമോ? പോട്ടെ, ഇടതുമുന്നണി ചേരുന്നു, അല്ലെങ്കിൽ മന്ത്രിസഭയിൽ ഇതൊക്കെ ചർച്ച ചെയ്യുന്നുണ്ടാവും, അവിടെ എങ്ങും ഒരു തീരുമാനം എടുക്കണ്ട, അല്ലെങ്കിൽ അജിത് കുമാറിനെതിരായിട്ടൊരു നടപടി വേണ്ട. പക്ഷെ മുഖ്യമന്ത്രിക്ക് വായ തുറന്ന് കമോന്നൊരക്ഷരം പറയാൻ പറ്റുന്നില്ലല്ലോ ഇതിനെപ്പറ്റി. ആലോചിച്ച് നോക്കണം, EP ജയരാജൻ്റെ കാര്യത്തിൽ എന്താ സംഭവിച്ചതെന്നുള്ളത്. അദ്ദേഹം പ്രകാശ് ജാവദേക്കറുമായി കണ്ടു, സംസാരിച്ചു എന്ന് പറഞ്ഞ ആ നിമിഷം അല്ലെങ്കിൽ മിനിറ്റുകൾക്കകം മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായ EP ജയരാജനെ, മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഈ പിണറായി വിജയനെ ഈ നിലയിലേക്ക് ഉയർത്തിയതിൻ്റെ പിന്നിലെ കാരണക്കാരനായ ഒരാൾ ജയരാജൻ, അദ്ദേഹത്തെ നിഷ്കരണം തള്ളിക്കളയുകയാണ് ചെയ്തത്. പക്ഷേ ഇവിടെ നമ്മുടെ മുഖ്യമന്ത്രി വായ തുറന്ന് ഇതേവരെ ഈ വിഷയത്തെപ്പറ്റി എന്തെങ്കിലും സംസാരിക്കുകയോ അജിത് കുമാറിനെ കുറ്റപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല. നമ്മുടെ മുമ്പിൽ അദ്ദേഹം 2 RSS നേതാക്കളെ രഹസ്യമായി കണ്ടു എന്ന വസ്തുത പകൽ വെളിച്ചം പോലെ നമ്മുടെ മുമ്പിലുണ്ട്. കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്.
എന്നിട്ട് പോലും ഒരു വാക്കുരിയാടാൻ നമ്മുടെ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ആവർത്തിച്ച് പറയട്ടെ, നമ്മുടെ മുഖ്യമന്ത്രിയുടെ കഴുത്ത് ഇപ്പോൾ RSSൻ്റെ കക്ഷത്തിലാണ്. ഈ CPM-ൻ്റെയും BJP-യുടെയും ബന്ധത്തെക്കുറിച്ച് നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞൊക്കെ പഴയ കഥയാണ്. 1977 നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദ്യമായി നിയമസഭയിലേക്ക് മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് RSSൻ്റെയും സംഘപരിവാരത്തിൻ്റെയും ഒക്കെ പിന്തുണ ലഭിച്ചു. ആ തിരഞ്ഞെടുപ്പിൽ ഉദുമയിൽ RSSൻ്റെയും അതുപോലെ സംഘപരിവാരത്തിൻ്റെയും CPM-ൻ്റെയും പൊതു സ്ഥാനാർത്ഥി BJP നേതാവായിരുന്ന KG മാരാറായിരുന്നു. അതുപോലെ നമ്മുടെ ശിവദാസ മേനോൻ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രചരണത്തിനായിട്ട് അദ്വാനി വന്നിരുന്നു. അദ്ദേഹം വന്ന് പ്രസംഗിച്ചു. ഇതൊക്കെ ചരിത്രത്തിലുള്ളതാണ്. അതൊക്കെ പക്ഷേ പഴങ്കഥയാകട്ടോ. 1989 അന്നത്തെ കോൺഗ്രസിനെ അട്ടിമറിക്കാൻ വേണ്ടി VP സിംഗിനൊപ്പം അദ്വാനിയും വാജ്പേയിയും EMS-ഉം ഹർകിഷൻ സിംഗ് സുർജിത്തും ഒക്കെ അണിചേർന്ന കഥയും സതീശൻ പറയുന്നുണ്ട്, ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതൊക്കെ സത്യമാണ് സതീശ. പക്ഷേ അതൊക്കെ പഴയ കഥകൾ. ഇന്നത്തെ ഈ ബന്ധം, ഇന്ന് പിണറായി വിജയനും RSSും തമ്മിലുള്ള, അല്ലെങ്കിൽ BJP-യുമായുള്ള, അല്ലെങ്കിൽ CPM-ലെ ഒരു വിഭാഗത്തിന് സംഘപരിവാരുമായുള്ള ഈ ബന്ധം അതിനേക്കാളൊക്കെ വളരെ ശക്തമാണ്. ആ അന്തർധാര ഈ പറഞ്ഞതിനേക്കാളൊക്കെ ഏറെ വളരെ സുദൃഢമാണ്, ആഴത്തിലുള്ളതാണ്. അതാണ് ഇവിടുത്തെ വ്യത്യാസം. BJP-യിൽ നിന്നും RSSൽ നിന്നും ഒക്കെ ലഭിച്ചിട്ടുള്ള കൃപകളും അനുഗ്രഹങ്ങളും ഓർക്കുമ്പോൾ, അവർ നമ്മെ നടത്തിയ വിധം ആലോചിക്കുമ്പോൾ, അല്ലെങ്കിൽ ചിന്തിക്കുമ്പോൾ, നന്ദിയോടെ ഒരു ഗാനം BJP-ക്ക് RSSന് സമർപ്പിക്കുക അല്ലാതെ മറ്റൊരു വഴി നമ്മുടെ മുമ്പിലില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു എപ്പിസോഡിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം പറഞ്ഞിരുന്നു. കാരണം ഈ പറഞ്ഞ കൃപകളും അനുഗ്രഹങ്ങളും BJP-യുടെ കേന്ദ്ര സർക്കാരിൽ നിന്ന് RSSൻ്റെ ഒത്താശയോടെ ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ, ലാവ്ലിൻ്റെ കേസുകൾ ഇങ്ങനെ 38 39 തവണ നീട്ടിവയ്ക്കുന്നത്, അതുപോലെ തന്നെ സ്വർണ്ണക്കടത്ത്, ബിരിയാണി ചെമ്പിലെ സ്വർണം, കരുവന്നൂർ സഹകരണ ബാങ്കിൽ നടന്ന കോടികളുടെ തട്ടിപ്പ്, ഇതൊക്കെ സംബന്ധിച്ച് ED അന്വേഷണം ഉണ്ടാകാതിരിക്കുന്നത്, പിന്നെ എക്സാലോജിക്കൽ ആരംഭിച്ച ഒരു അന്വേഷണം തണുത്തുപോയത്, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. ഇതൊക്കെയാണ് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ, കൃപകൾ. പകരമായി നമുക്ക് അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞിട്ടുമില്ല. കൊടകരയിൽ നടന്ന ഈ ഹവാല പണമിടപാട് കേസിൽ മാത്രമാണ് നമുക്ക് ഇടപെടാൻ സാധിച്ചത്. പിന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ 20-20 തോൽക്കാൻ നിൽക്കുന്ന സമയമാണ്. അന്നേരം ഈ തൃശ്ശൂർ മണ്ഡലം മാത്രം ജയിക്കണം എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അവിടെ ഒരു BJP സ്ഥാനാർത്ഥി, നമ്മുടെ സുരേഷ് ഗോപി, സിനിമാ നടനാണല്ലോ, ഒന്ന് ജയിച്ചാൽ തന്നെ എന്താ പ്രശ്നം? അത് മാത്രമല്ല, ഇനി തൃശ്ശൂർ മാത്രമായിട്ടോ ജയിച്ചാലുണ്ടല്ലോ, ഈ CPI-കാരന്മാരുടെ അഹമ്മതി കൂടുകയും ചെയ്തു. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് കിട്ടിയ ഉപകാരങ്ങൾക്കൊരു ചെറിയ പ്രത്യുപകാരം എന്ന നിലയിലാണ് നമ്മൾ ഈ തൃശ്ശൂരിനെ കണ്ടത്. കിട്ടിയ സഹായങ്ങൾക്കുള്ള ഉപകാര സ്മരണയുടെ കാര്യത്തിൽ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ 24 കാരറ്റ് ആകട്ടോ, അതായത് 999 ഹാൾമാർക്ക് സ്വർണം, ഉണ്ടചോറിന് നന്ദി എന്നതാണ് പ്രമാണം. അല്ലെങ്കിൽ നമുക്ക് ഈ BJP സർക്കാരിൽ നിന്നും RSSൽ നിന്നുമൊക്കെ ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് ഇടനിലക്കാരനായി നിന്ന നമ്മുടെ ADGP-യെ മാറ്റിയാൽ, അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും ശിക്ഷാ നടപടികൾ സ്വീകരിച്ചാൽ, നമ്മൾ നാളെ എങ്ങനെ ഈ BJP നേതാക്കളുടെ, RS നേതാക്കളുടെ മുഖത്ത് നോക്കും? നമുക്കിനിയും നാളെ ഹൊസബാളമാരെയും രാംമാധവമാരെയും കാണേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ നന്ദികേട് കാട്ടാൻ പിണറായി വിജയനെ കിട്ടില്ല. അതുമാത്രമല്ല, ഇത്തരം വലിയ കാര്യങ്ങളിൽ എന്തിനാണ് ഈ CPI പോലെയൊക്കെയുള്ള ഘടകകക്ഷികൾ ഇടപെടുന്നത്? അവർക്ക് മുന്നണിയിൽ വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ലല്ലോ. അപ്പോൾ കിട്ടുന്നത് വാങ്ങിച്ച് കഴിച്ചുകൊണ്ട് വെറുതെ ഇരിക്കുക എന്നുള്ളതാണ് ഘടകകക്ഷികൾ ചെയ്യേണ്ടത്. അല്ലാതെ അവർ പറയുന്ന താളത്തിന് തുള്ളാൻ പിണറായി വിജയനെയോ CPM-നെയോ കിട്ടുമെന്ന് ആരും കരുതേണ്ട കാര്യമില്ല. ഓണം ആഘോഷിക്കാൻ വേണ്ടി ADGP എടുത്തിരുന്ന 3-4 ദിവസത്തെ ലീവ് അദ്ദേഹം റദ്ദാക്കിയെന്ന് ഇന്നലെ രാവിലെ തന്നെ നമ്മൾ മനസ്സിലാക്കിയതാണ്. അപ്പോൾ തന്നെ പൊട്ടന്മാരല്ലാത്ത എല്ലാവർക്കും മനസ്സിലായി എന്താണ് സംഭവിക്കാൻ പോവുക എന്ന്. പക്ഷെ നമ്മുടെ ഈ ഘടകകക്ഷി നേതാക്കൾക്ക് അതിനെക്കുറിച്ചൊരു എത്തും പിടിയും കിട്ടിയില്ല. നമ്മുടെ ബിനോയ് വിശ്വം AKG സെൻറ്ററിൽ ചെന്ന് MV ഗോവിന്ദനെ വെല്ലുവിളിച്ചതാണ്.
ഈ കാര്യത്തിലൊരു നടപടി ഉണ്ടാകുന്നില്ലെങ്കിൽ ഞങ്ങൾ ഒരടി പോലും പിന്നോട്ട് പോവുകയില്ല എന്ന്. അതുതന്നെ നമ്മുടെ വർഗീസ് ജോർജ് പ്രൊഫസർ, അദ്ദേഹം പൊതുവെ ഒരു മിതഭാഷിയാണ്, ശാന്തന, അങ്ങനെ ഉച്ചയുയർത്തി സംസാരിക്കുന്ന ഒരാളെയല്ല. അദ്ദേഹം പോലും പറഞ്ഞു ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാണ്, ഇത് നമ്മൾ ചർച്ച ചെയ്തേ പറ്റൂ. PC ചാക്കോ ഇവരുടെ കൂടെ കട്ടയ്ക്ക് നിന്നു. പക്ഷേ AKI സെൻറ്ററിലെ ഏകോപന സമിതി യോഗത്തിന് ചെന്നപ്പോഴല്ലേ കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലായത്. ഇന്നലത്തെ യോഗത്തിൻ്റെ അജണ്ടയിൽ പോലും ഈ വിഷയം ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാൻ, രണ്ടു വാക്ക് പറയാൻ അവസരത്തിന് വേണ്ടി എല്ലാവരുടെയും കാല് പിടിച്ച് കരയേണ്ടി വന്നു. അവസാനം അങ്ങനെ ഒരു അവസരം കിട്ടി. നമ്മുടെ ബിനോയിയും വർഗീസ് ജോർജും PC ചാക്കോയും ഒക്കെ സംസാരിച്ചു. അങ്ങനെ ഒരു അവസരം കിട്ടിയത് തന്നെ ഭാഗ്യം എന്ന് കരുതിയാൽ മതി. പക്ഷേ യാതൊരു നടപടിയും ഉണ്ടായില്ല. ഇത് വളരെ സാങ്കേതികമാണ്, അന്വേഷണം കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും പറയാമെന്ന മറുപടിയാണ് നമ്മുടെ മുഖ്യമന്ത്രിയിൽ നിന്ന് ഉണ്ടായത്. കൊമ്പുകുലുക്കി ചെന്നതാണ്, പക്ഷേ നിശബ്ദമായിട്ട് ഇറങ്ങി വരേണ്ടി വന്നു. യോഗം കഴിഞ്ഞ് ഇറങ്ങി വന്ന ബിനോയ് വിശ്വത്തിനെ ഈ ചാനലിൽ കണ്ടു കേട്ടോ. അദ്ദേഹത്തിൻ്റെ വാചക കസരത്തുകളൊന്നും അവിടെ ഉണ്ടായില്ല. ഇടതുമുന്നണി കൺവീനർ പറയും, ഇടതുമുന്നണി കൺവീനർ പറയും, കൺവീനർ പറയും എന്ന് ആവർത്തിച്ചു കൊണ്ടിരുന്നതല്ലാതെ യോഗത്തെപ്പറ്റിയോ യോഗത്തിൽ പ്രതീക്ഷിച്ച തീരുമാനം ഉണ്ടാകാതിരുന്നതിനെ പറ്റിയോ അദ്ദേഹം കമാന്ന് ഒരക്ഷരം പറഞ്ഞില്ല. ഈ പിണറായി ഈ നാടകത്തിൻ്റെ ക്ലൈമാക്സിൽ ഘടകന്മാരെ കൈകാര്യം ചെയ്ത രീതിയാണ് ഏറ്റവും രസകരമായി തോന്നിയത്. ഒച്ചയോർത്തിയൊക്കെ സംസാരിച്ചു. പക്ഷേ ഒടുക്കം അദ്ദേഹം പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, ഇപ്പം തന്നെ ADGP അജിത് കുമാറിനെതിരായിട്ടൊരു പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട്, അതിൻ്റെ പരിധിയിലേക്ക് ഈ കൂടിക്കാഴ്ചയും കൊണ്ടുവരാം. അതോടെ ഈ ഘടകകക്ഷികൾ വഴങ്ങി എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. പോലീസ് നടത്തുന്നത് ഒരു ക്രിമിനൽ ആരോപണത്തെക്കുറിച്ചുള്ള അന്വേഷണമാണ്. ഈ സ്വർണം പൊട്ടിക്കൽ, ഫോൺ ചോർത്തൽ, അതുപോലെ തന്നെ ചിലരുടെ ദുരൂഹ സാഹചര്യത്തിലുള്ള മരണം, ഇതൊക്കെ അന്വേഷിക്കുന്നത്. ഇതിനിടയ്ക്ക് ഈ ADGP RSSൻ്റെ നേതാക്കളെ കണ്ടു എന്നുള്ളത് എങ്ങനെ അവർക്ക് അന്വേഷിക്കാൻ പറ്റും? RSS ഒരു നിരോധിത സംഘടനയൊന്നുമല്ല, ഇവിടെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അതിൻ്റെ നേതാവിനെ ADGP കണ്ടത് ഒരു ക്രിമിനൽ കുറ്റമാണോ? അതെങ്ങനെയാണ് അന്വേഷിക്കുക? അതല്ല പ്രശ്നം ഇവിടെ. ഇതൊരു രാഷ്ട്രീയ ഇഷ്യൂ ആണ്. ഇടതുമുന്നണി എന്ന് പറയുന്ന ഒരു സംവിധാനം, അത് സംഘപരിവാരത്തിനെതിരായിട്ട് RSSനെതിരായിട്ട് അതിശക്തമായിട്ട് നിൽക്കുന്നു എന്ന് പറയുകയും ജനങ്ങളെ അത് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന CPM, അതിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണം നടക്കുമ്പോൾ അതിലെ ഒരു പ്രധാന ഉദ്യോഗസ്ഥൻ ADGP, മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായ ആൾ, 2 RSS നേതാക്കളുമായി എന്തിന് രഹസ്യ സംഭാഷണം നടത്തി എന്നതാണ് ചോദ്യം. അപ്പോഴാണ് മുഖ്യമന്ത്രി പറയുന്നത് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ പരിധിയിലേക്ക് ഇതും കൂടെ വെക്കാമെന്ന്. അത് കേട്ട് സന്തോഷിച്ച് കൈയടിച്ച് നമ്മുടെ ഘടകന്മാർ ഇറങ്ങിപ്പോയി എന്നുള്ളതാണ് കഥ. സമ്മേളനം കഴിഞ്ഞിട്ട് നമ്മുടെ പുതിയ കൺവീനർ TP രാമകൃഷ്ണൻ്റെ പത്രസമ്മേളനം ഉണ്ടായിരുന്നു. അദ്ദേഹം നമ്മുടെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ പഠിക്കുകയാണ് എന്നാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കിയത്. പറയുന്ന ആളിന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല, കേൾക്കുന്ന നമുക്കും മനസ്സിലാകുന്നില്ല. രാമകൃഷ്ണൻ സഖാവ് എന്താ പറഞ്ഞത്? ഇത് ഗവൺമെൻറ്റിൻ്റെ കാര്യമാണ്, ഇവിടെ ഒരു ഗവൺമെൻറ് ഉണ്ട്, അവരെ ബാധിക്കുന്ന കാര്യം. ഏത് ഗവൺമെൻറ്? എന്ത് ഗവൺമെൻറ്? ഏത് പാർട്ടിയുടെ ഗവൺമെൻറ്? ഞങ്ങൾ മുന്നണിയാണ്. മുന്നണിക്ക് ഇക്കാര്യത്തിൽ ഒരു ബന്ധവുമില്ല. മുന്നണിക്ക് അജിത് കുമാറിനെ മാറ്റുകയോ മാറ്റാതിരിക്കുകയോ ചെയ്യുന്ന കാര്യത്തിൽ ഒരു തൃപ്തിക്കുറവില്ല. ഇത് സർക്കാരിൻ്റെ കാര്യം. അങ്ങനെ ഏതോ ഒരു സർക്കാർ എന്ന മട്ടിലാണ് TP രാമകൃഷ്ണൻ ഇതിനെക്കുറിച്ച് പത്രലേഖകരോട് പ്രതികരിച്ചത്. എന്താ പോരെ, കാര്യങ്ങളൊക്കെ ക്ലിയറായില്ലേ? ഇതൊക്കെ കണ്ട ഒരാൾ കണ്ണൂരിൽ ഇരിപ്പുണ്ട് എന്നൊരു ഓർമ്മ വേണം കേട്ടോ. നമ്മുടെ മുൻ കൺവീനർ LDFൻ്റെ നമ്മുടെ EP ജയരാജൻ, അദ്ദേഹം ഇപ്പോൾ ആത്മകഥ എഴുതിയും പാർട്ടി പരിപാടികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അന്നേ ദിവസം ആയുർവേദ ചികിത്സയ്ക്ക് വിധേയനായും അവിടെ കഴിയുകയാണ്. ഇക്കാര്യം മറക്കരുത്, ഓർമ്മയുണ്ടാവണം. നമ്മുടെ ADGP RSS നേതാക്കളെ കണ്ടു, മഹാപാതകമായി പോയി, ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കേണ്ട കുറ്റമാണ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ ഉച്ചത്തിൽ പറയുന്ന മുന്നണിയിലെ ഘടകകക്ഷികൾ സൗകര്യം പോലെ മറക്കുന്ന മറ്റൊരു കാര്യം കൂടെയുണ്ട്. ഇതിപ്പോൾ ADGP RSSൻ്റെ നേതാക്കളെ കണ്ടു എന്നുള്ളതാണല്ലോ പ്രശ്നം. അതേസമയം ഈ ഇടതുമുന്നണിയിൽ, ഭരണമുന്നണിയിൽ BJPയുടെ നേതൃത്വത്തിലുള്ള NDAയിലെ ഒരു ഘടകകക്ഷി
ഉണ്ട് എന്ന കാര്യം എന്താണ് നിങ്ങൾ ചർച്ചയ്ക്ക് വിധേയമാക്കാത്തത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അതിനെപ്പറ്റി ആരും സംസാരിക്കാത്തത്? NDAയുടെ ഘടകകക്ഷിയുടെ ഒരു പ്രതിനിധി നമ്മുടെ മന്ത്രിസഭയിലുണ്ട്, നമ്മുടെ കൃഷ്ണൻകുട്ടിച്ചേട്ടൻ, വിദ്യുച്ഛക്തി മന്ത്രി. ഈ ഒരു വലിയ വൈരുദ്ധ്യം നിലനിൽക്കുമ്പോഴാണ് ADGPയുടെ RSS നേതാക്കളുമായുള്ള സംഭാഷണം അല്ലെങ്കിൽ കൂടിക്കാഴ്ച ഈ ഘടകകക്ഷികൾ വലിയ ഒരു ചർച്ചാ വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവരുന്നത് എന്നുള്ളത് ഓർക്കുമ്പോൾ വാസ്തവത്തിൽ ചിരിക്കാനല്ലാതെ നമുക്കെന്താണ് ചെയ്യാൻ കഴിയുക? മതനിരപേക്ഷ കേരളത്തിൻ്റെയും ജനാധിപത്യ കേരളത്തിൻ്റെയും നിലനിൽപ്പിന് CPM ശക്തമായ ഒരു സംവിധാനമായി നിലനിൽക്കേണ്ടത് ആവശ്യമാണ്. അതിന് RSSൻ്റെ കക്ഷത്തിൽ നിന്ന് നമ്മുടെ പിണറായി വിജയൻ്റെ കഴുത്ത് മോചിപ്പിച്ചേ പറ്റൂ. അതിനെപ്പറ്റി എഴുന്നേറ്റ് നിന്ന് ധൈര്യമായി സംസാരിക്കാൻ കെൽപ്പുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഇന്ന് CPMൽ ഉണ്ടോ?